ഗായ്സ്, അപ്പം നമ്മൾ ഇന്നുള്ളത് എറണാകുളം നോർത്ത് പറവൂരുള്ള പെരി 6 എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. നോർത്ത് പറവൂരിൽ നിന്ന് നമ്മൾ ചേന്ദമംഗലത്തോട്ട് പോകുന്ന വഴിയാണ് ഈ റെസ്റ്റോറൻറ്റ് കാണുക. ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെയാണ്. 1-2 വെറൈറ്റി ഐറ്റംസുള്ള ഷോപ്പുകൾ നമുക്ക് ആ ഒരു കോമ്പൗണ്ടിൽ കാണാൻ പറ്റും. നമ്മളപ്പോൾ അതിൻ്റെ ആ ഒരു ഈ മന്തിയൊക്കെ കിട്ടുന്ന സെക്ഷനിലാണ് നമ്മൾ കയറിയത്. നമ്മൾ ഓർഡർ കൊടുത്തത് അൽഫാം മന്തിയാണ് ഓർഡർ കൊടുക്കാനായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആംബിയൻസ് ഒക്കെ കൊള്ളാം. അതിൻ്റെ പ്ലേറ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പ്ലേറ്റിൻ്റെ അറ്റമൊക്കെ പൊട്ടിയിട്ടുണ്ട് ഗായ്സ്. പൊട്ടി പ്ലേസിൽ ഇങ്ങനെ വെക്കാൻ പാടുണ്ടോ? എനിവേ പോട്ടെ, അവരത് വെച്ചിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ലൈറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൊള്ളാം. മറ്റേ ചൈനക്കാരുടെയൊക്കെ പോലത്തെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നല്ലേ. കുഴപ്പമില്ല. ഇരുട്ടത്ത് നല്ല വെട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് ടേബിളിൽ നോക്കിയപ്പോഴാണ് ടിഷ്യൂ പേപ്പർ കണ്ടത്. ടിഷ്യൂ നമ്മുടെ നോർമൽ സാധാരണ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആ സോഫ്റ്റ് ടിഷ്യൂ ആണ് വരിക. ഇത് പേപ്പർ പോലെ ഇരിക്കുന്ന ടിഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റംസൊക്കെ വന്നു. മയണൈസ് വന്നു, ഒരു വേറെന്തോ ഒരു ലിക്വിഡ് പോലത്തെ സാധനം വന്നു, സാലഡ് വന്നു. അതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മൾ 2 ടൈപ്പ് മന്തിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ പറഞ്ഞത് ഹണി ചില്ലി അൽഫാം മന്തിയും കുട്ടു പറഞ്ഞത് മെക്സിക്കൻ അൽഫാം മന്തി ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ അവരിത് രണ്ടും ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് പുള്ളിക്കാരൻ പോയി. അതായത് ഇപ്പോൾ അതിലേതാണ് ഹണി ചില്ലി എന്നും ഏതാണ് മെക്സിക്കൻ എന്നും പുള്ളി പറഞ്ഞു തന്നില്ല. ഇനിയിപ്പോൾ വെച്ച സൈഡ് വെച്ചിട്ട് കുട്ടുവിൻ്റെ ഭാഗത്തിരിക്കുന്നത് കുട്ടു ഓർഡർ ചെയ്തതും എൻ്റെ ഭാഗത്തിരിക്കുന്നത് ഞാൻ ഓർഡർ ചെയ്തതാണെന്ന് വിചാരിക്കേണ്ടി വരും. അതിന് നമ്മളൊരു കൺഫർമേഷൻ ഇട്ടിട്ട് സർവീസ് ബോയിനെ വിളിച്ചു, പുള്ളിയോട് ചോദിച്ചു. പുള്ളി ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. അതായത് കുട്ടു മെക്സിക്കൻ മന്തി ഓർഡർ ചെയ്തപ്പോൾ നമ്മൾ ഇതിന് മുന്നേ വേറെ റെസ്റ്റോറൻറ്റ് മെക്സിക്കൻ മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിരുന്നത് ഒരു വൈറ്റ് ക്രീമി ബേസിസിലായിരുന്നു. അപ്പോൾ കുട്ടു പ്രതീക്ഷിച്ചത്, കുട്ടിനത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിലാണ് കുട്ടു പ്രതീക്ഷിച്ചത്. അപ്പോൾ വന്നപ്പോൾ ഇത് ഒത്തിരി റെഡ് കളറിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കുട്ടിന് സംശയം തോന്നിട്ട് കുട്ടു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ മെക്സിക്കൻ മന്തി ഈ രൂപത്തിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. അവിടെ ആദ്യം തന്നെ കുട്ടുവിന് വിഷമായി. കുട്ടു പ്രതീക്ഷിച്ച സാധനം കിട്ടാത്തതായതുകൊണ്ട് കുട്ടുവിന് ഇത് കണ്ടിട്ട് വലിയൊരു ഗുമ്മൊന്നും തോന്നിയിട്ടില്ല. അത് ആ മുഖം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ല വിഷമത്തിലായിരുന്നു പുള്ളിക്കാരൻ, വിചാരിച്ച സാധനം കിട്ടാത്തതിൽ. അതായത് വിചാരിച്ച പോലത്തെ സാധനം അല്ല നമ്മൾ കിട്ടിയത്. പേര് സെയിം തന്നെ, പക്ഷേ 2 റെസ്റ്റോറൻറ്റിൽ 2 രീതിയിലാണ് അതിൻ്റെ കുക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മപ്പോൾ പ്രതീക്ഷിച്ച സാധനം കിട്ടിയില്ല. ഞാൻ ഓർഡർ ചെയ്തത് മെക്സിക്കൻ അൽഫാം മന്തി ആയിരുന്നു. പക്ഷേ വേറെ സ്ഥലത്തുനിന്ന് കഴിച്ച നല്ല ക്രീമി ടെസ്റ്റഡും നല്ല കളറൊക്കെ ഉള്ളതായതുകൊണ്ട് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു മോഡലാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വന്നപ്പോൾ ഈ സാധനമായിപ്പോയി. പക്ഷേ കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായി. പക്ഷേ ഭയങ്കര ഒരു മതിരിപ്പായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങാട് സുഖം അങ്ങനെ തോന്നിയില്ല. പക്ഷേ കുഴപ്പമുണ്ടായില്ല. ഒരു മതിരിപ്പും ചെറിയൊരു പുളിയുമൊക്കെ ആയിരുന്നു. ആ ഒരു ടേസ്റ്റ്. പിന്നെ ഈ മന്തി റൈസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വിട്ട് കിടക്കായിരുന്നു. അത്യാവശ്യം നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ കഴിക്കുമ്പോൾ മന്തിക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലേ, ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിരുന്നില്ല. ഒരു സാധാ ഒരു മന്തി കഴിക്കണ പോലെ തന്നെ ഉണ്ടായി. അല്ലാണ്ട് വേറെ ഒരു ഫ്ലേവർ ടേസ്റ്റ് ഒന്നും അതിനകത്ത് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഇത് പിന്നെ ഹണി ചില്ലിയാണ് ഓർഡർ ചെയ്തേക്കണത്. ഇനി അതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇനി അവളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇനി അവളോട് ചോദിക്കാം അതെങ്ങനെ ഉണ്ടായിരുന്നിരുന്നത്. അപ്പം എൻ്റെ ഹണി ചില്ലിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇത് കുത്തിയിട്ട് പൊന്നില്ല അളി സാധനം. കുട്ടിൻ്റെ ചെറിയ ഹെൽപ്പ് കൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പീസ് വലിപ്പം അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. കാണുമ്പോൾ നല്ല വലിപ്പമുണ്ട്. റൈസ് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് സൈഡിൽ. പിന്നെ അടുത്തത് മയണൈസാണ് വേണ്ടത്. ഇവിടുത്തെ മയണൈസ് കുറച്ച് അതിൻ്റെ വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ട് അല്ലേ. കുറച്ചും കൂടെ തിക്നെസ് ആവായിരുന്നു മയണൈസിന്. അപ്പോഴേ നമുക്ക് റൈസിൽ മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു ഫീല് കിട്ടുള്ളൂ. ഇതിപ്പോൾ അതോടെ ഓടിക്കളിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കൂടുതൽ മറ്റേ തക്കാളി ചട്നീൻ്റെയും ഇതുണ്ടാവുമല്ലോ, വാട്ടർ കൂടുതലുണ്ടാവുമല്ലോ. സാലഡ് വൈലറ്റ് ക്യാബേജ് ഇട്ടിട്ടാണ് അതിൻ്റെ വൈലറ്റ് കളർ വന്നിട്ടുണ്ടാവുക. ആയിരിക്കും. എന്നാൽ പിന്നെ പൊളിച്ച് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ ഒരു പീസ് എടുക്കാൻ പോവുകയാണ്. ഹണി ചില്ലി അൽഫാമാണ്. ചില്ലി ഫ്ലെക്സൊക്കെ ഉണ്ട്, നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ട്. ഒരു കഷ്ണം അതെ അടുത്ത ആൾ വന്ന് ഓൻ്റെ പ്ലേറ്റിൽ ഞാൻ ചെന്ന് കൈയിട്ട് വരായിരുന്നോ? ഇല്ലല്ലോ, കണ്ടോ അവൻ എൻ്റെ കഷ്ണം എടുത്തുകൊണ്ട് പോകുന്നത്. എന്തായാലും കൊണ്ടുപോട്ടെ പാവല്ലേ. അവന് മറ്റേത് കിട്ടിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വിഷമത്തിലിരിക്കുകയായിരുന്നു പുള്ളി. അപ്പോൾ ഇത് കഴിച്ചു നോക്കിയപ്പം അവനിപ്പോൾ കഴിക്കുന്നതിലും നല്ലത് ഇതാണെന്നാണ് അവന് പറയുന്നത്. അതിൻ്റെ ചെറിയൊരു വിഷമം മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഒരെണ്ണൊന്ന് കഴിച്ചു നോക്കാൻ പോവാന്ന്. ഒരു പീസ് എടുത്ത് മയണൈസിലൊന്ന് വട്ടം ചുറ്റി കറക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കണം. ആക്ച്വലി എനിക്ക്
അൽഫാം കഴിക്കുമ്പോൾ മയണൈസ് മൊത്തം മുക്കി കുളിക്കുന്ന രീതിയിൽ വേണം ഞാൻ കഴിക്കാറ്. അങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത് നോർമലി. കൂടുതൽ അങ്ങനെയായിരിക്കും. പിന്നെ നമ്മൾ ആ തക്കാളി ചണ്ടിയും നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയണൈസിൽ കുറച്ച് തിക്നെസ് കുറവായതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം കുറച്ചും കൂടെ കട്ടിയാവണം, എന്നാലും നമുക്ക് ആ ഒരു സുഖം കിട്ടുള്ളൂ. റൈസ് നല്ല നോർമൽ റൈസാണ്. മീൻസ് ഫ്ലേവർ എങ്ങനെയുണ്ടെന്ന് നോക്കുക. കുട്ടു പറഞ്ഞത് അവന് ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. ഞാൻ കഴിച്ചു നോക്കിയപ്പോഴും സാധാരണ ഒരു റൈസിൽ, അതായത് ഫ്ലേവർ അവൻ പറഞ്ഞ പോലെ കുറവാണ്. അതിൻ്റെ സ്പൈസസിൻ്റെയോ മറ്റോ ഒന്നും ഫ്ലേവർ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ റൈസ് മാത്രം അങ്ങനത്തെ ഒരു ഫീല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ ഓൾറെഡി ഭക്ഷണം കഴിച്ചതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റാതെ ഞാൻ കുട്ടുവിനെ കൊണ്ട് മയണൈസ് ഒഴിപ്പിച്ച് ഇനി റൈസും മയണൈസും ചിക്കനും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. ഒരു പ്രതീക്ഷ എനിക്കുണ്ടതിൽ ആ ഹണി ചില്ലിൻ്റെ എരിവും അതിൽ ചില്ലി ഫ്ലെക്സിൻ്റെ എരിവും ചെറിയൊരു മധുരിപ്പും ഓൾറെഡി ഉണ്ടായിരുന്നു ചിക്കന്. ആ മയണൈസിൻ്റെ കൂടെയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ കുറച്ചും കൂടി ഒരു സ്വീറ്റ്നെസ് കൂടിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. സാലഡ് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കുട്ടുവിൻ്റെ മെക്സിക്കൻ ചിക്കൻ അല്ലല്ലോ എന്തത് ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അത് നല്ല ചുവന്ന കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും രണ്ടിലും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹണി ചില്ലി ആയിരുന്നു. മെക്സിക്കൻ അത്ര ഒരു തോന്നിയില്ല. കുട്ടുവിനും ഇഷ്ടപ്പെട്ടത് ഹണി ചില്ലി തന്നെയായിരുന്നു. അവന് മെക്സിക്കന് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ശരിക്കും നമ്മൾ ഈ കടയിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ സെർച്ച് ചെയ്ത് ലാസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടം വരെ എത്തിയതാണ്. നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ വന്നേക്കാളും മുമ്പപ്പോൾ ഫുള്ള് മന്തി കഴിച്ച് തീരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എന്താണെന്ന് അറിയില്ല, നമുക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയില്ല. ഇനി ഭയങ്കര ഒരു മട്ടിപ്പ് പോലെയായിരുന്നു. ഇനി ആ ഫ്ലേവറിൻ്റെ കുഴപ്പമായിരിക്കും ചിലപ്പോൾ. അവൻ്റെ ഹണി ചില്ലിയൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ ആകെ മട്ടിച്ച് പോയി. പിന്നെ മന്തി റൈസ് ആണെങ്കിൽ പകുതി കൂടുതലായിട്ട് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പകുതി ബാക്കി ഞങ്ങൾ പാർസലാക്കിയിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നിട്ടാണ്. ഇത് അൽഫാമിൻ്റെ കഴുത്ത് പോർഷനാണ്. എനിക്ക് തോന്നുന്നു കഴുത്ത് പോർഷനായിട്ട് കുറച്ചധികം കരിഞ്ഞു പോയി തോന്നുന്നുണ്ട് കേട്ടോ. നല്ല കറുത്ത കളറിലിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് കരിഞ്ഞ പോർഷൻസ് നല്ല ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ആ ഒരു പോർഷൻ തിന്നപ്പോൾ കുറച്ച് ഇഷ്ടപ്പെട്ടായിരുന്നു. മയണൈസിൽ മുക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴുത്ത് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് കഴിക്കാറില്ല. ആ കരിഞ്ഞ പോർഷൻസ് മാത്രമേ ഞാൻ കഴുത്തിൽ നിന്ന് എടുക്കാറുള്ളൂ. ഞാൻ കുട്ടീനെ കൊടുത്തു. അങ്ങനെ നമ്മുടെ പുഡിങ്ങൊക്കെ കഴിഞ്ഞ് എൻ്റെ പ്ലേറ്റ് കാലം ഒരു എല്ല് പോലും കാണുന്നില്ല എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. എല്ല് മൊത്തം എങ്ങടായിരുന്നു പോയേ? ദേ ഓൻ്റെ പാത്രത്തിലാണ് 2 ചെസ്റ്റ് പീസിൻ്റെ എല്ല് മൊത്തം ഇരിക്കുന്നത്. ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ, ബാക്കി ഫുള്ള് കഴിച്ചത് അവൻ തന്നെയാണ്. അണ്ട പൊത്തിപ്പിടിക്കുന്നത് അവൻ തന്നെയാണ് എല്ലാം കഴിച്ചത്. നമ്മൾ ബാക്കി ആ റൈസ് ബാക്കി വന്നത് കുറച്ച് പാഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഇതാണ്, പെരി 6 പറൂര് ചേന്ദമംഗലം ജംഗ്ഷനിൽ നമ്മൾ പാലിയത്തോട്ട് പോകുന്ന ആ ഡയറക്ഷനിലാണ് ഈ ഒരു ഷോപ്പ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.